സുരേഷ് സാറേ, ഈ അടുത്ത സമയത്ത് 2 കംപ്ലയിൻസ് കേട്ടു. ഒന്നത് പറഞ്ഞത് നമ്മുടെ വെസ്റ്റ് ബംഗാൾ ഗവർണറായിരുന്ന CV ആനന്ദ ബോസ് IAS സാറ്, അദ്ദേഹം ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞു. രണ്ടാമത് നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ്, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി CR രാധാകൃഷ്ണൻ സാർ പറഞ്ഞ മറ്റൊരു കംപ്ലയിൻറ്റ്. രണ്ടുപേരും പറഞ്ഞ ഒരേ കംപ്ലയിൻ്റാണ്. പെരുന്നയിലെ മന്നത്ത് പത്മനാഭൻ്റെ, നമ്മുടെ മന്നം തപ്പുപ്പൻ്റെ തൃപ്പാദങ്ങളിൽ അല്പം പൂവിട്ട് അദ്ദേഹത്തെ തൊഴാൻ, പ്രാർത്ഥിക്കാൻ ഒരു അവസരം കൊടുത്തില്ല എന്നുള്ളതാണ്. സാറും ഇത് കേട്ടിരിക്കുമല്ലോ. സുരേഷ് ജി, അത് കംപ്ലൈന്റ് ആയിട്ടല്ല ഞാൻ അത് മനസ്സിലാക്കുന്നത്, അതൊരു പരിവേദനമായിട്ടാണ് ഞാൻ കണ്ടത്. 2 ഇൻസിഡന്റ് അല്ല, ഇത് പുതിയ ഇൻസിഡന്റ് അല്ല, അവിടെ സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യമാണ്. അവിടുത്തെ പെരുന്നയിലെ പോപ്പിന്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെ വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് വേറെ ആർക്കും അയാളുടെ അനുവാദം ഇല്ലാതെ ആർക്കും അവിടെ കയറാൻ പറ്റുന്നതാണ്. ഇതിനു മുമ്പ് സുരേഷ് ഗോപിക്ക് അനുവാദം കൊടുത്തില്ല, PM സുധീറിന് അനുവാദം കൊടുത്തില്ല. ഇങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. വേറൊരു കാര്യമല്ലോ സുരേഷ് ജി, ഇയാള് ഓവർനൈറ്റ് ഒരിടത്തും സ്റ്റേ ചെയ്യില്ല. പെരുന്ന വിട്ട് പുള്ളി ഒരിടത്തും പോവില്ല. കാരണം എല്ലാ ദിവസവും വിളക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ. അതാണ് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. അതായത് ഇത് ചൂണ്ടുന്ന എന്തിലേക്കാണ്? അയാളുടെ ഒരു പരിമിതമായ ഒരു വിഷനിലോട്ട്. അയാൾക്ക് അത്ര ഇതിൽ കൂടുതൽ നമ്മളത് ഇയാളടുത്ത് പ്രതീക്ഷിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിനുള്ള വിദ്യാഭ്യാസവും ഇല്ല, പരിചയസമ്പന്നതയില്ല, ശരിക്കും വിവരമില്ല. ഇതിപ്പോ നമ്മുടെ ഈ മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷം നമ്മുടെ ഇവിടുത്തെ എല്ലാ ബിഷപ്പുമാരും അദ്ദേഹത്തെ പോയി കണ്ടു, സംസാരിച്ചു. അവരുടെ കാന്തപുരം പോയി കണ്ടു. എന്നിട്ടും ഇയാൾക്ക് പോയില്ലെന്നത് പോട്ടെ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ അവരുമായിട്ടൊരു എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കാമായിരുന്നു. ഇപ്പൊ ഈ NSSന്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും കമ്പയർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. തിരുവനന്തപുരത്തെ MG കോളേജും മാർവാനിസ് കോളേജും രണ്ടും ഏകദേശം ഒരേ കാലഘട്ടത്തിൽ തുടങ്ങിയ സ്ഥാപനങ്ങളാണ്. മാർവാനിസില് ഇന്ന് മെഡിസിൻ പോയിട്ട് ബാക്കി എല്ലാ ഫാക്കൽറ്റീസും ഉണ്ട്. എല്ലാത്തിൻ്റെയും അവർക്കൊരു യൂണിവേഴ്സിറ്റിക്കുള്ള എല്ലാ അർഹത അവർ ചെയ്യുകയും ചെയ്യും, നേടിയെടുക്കുകയും ചെയ്യും. ഇപ്പൊ വിജയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് നടക്കും, അതവരെ നേടിയെടുക്കും. ഇവിടെ MG കോളേജ് ഇപ്പുറത്ത് പോയി കഴിഞ്ഞാല് അവിടുത്തെ തെങ്ങിന്റെ കണ്ടു കഴിഞ്ഞാൽ 2 ഓല കാണും. അവിടുത്തെ ക്ലാസ് റൂമുകൾക്കൊക്കെ ഒന്നിനും ഡോറിന് ഇതുണ്ടാവില്ല. അല്ല സാറേ, അതിന് ആ ബിൽഡിംഗ് ഒന്ന് പെയിന്റ് അടിച്ചിട്ട് എത്ര കൊല്ലമായി ഇങ്ങനെ പൂപ്പൽ പിടിച്ച് മങ്ങി നിൽക്കാൻ കാണാൻ തുടങ്ങി. നശിച്ച നായർ തറവാട്ടിന്റെ എല്ലാ ചിട്ടവട്ടങ്ങളും അവിടെ പോയാൽ കാണാം, വേറെ ഒരിടത്തും പോകണ്ട. അപ്പൊ അതേസമയം നിങ്ങൾ ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി നോക്കി, എന്ത് സ്പിക്ക് ആൻഡ് സ്പാനാണ് അവിടുത്തെ കാര്യങ്ങൾ എല്ലാ വർഷവും പെയിന്റ് ചെയ്ത് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഇയാളുടെ ഒരു എന്താ പറയാ, മാടമ്പത്തിനെന്ന് പറയാൻ നോക്കില്ല. കാരണം അയാൾ അങ്ങനെ ഒരു മാടമ്പത്തിന് ഉള്ള ഫാമിലിയിൽ നിന്നും വന്ന ആളൊന്നുമല്ല. ഈ പൊസിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പ്യൂണായിട്ട് ജോയിൻ ചെയ്തു. അതെ, പലരുടെ കാല് പിടിച്ച് ലെവലിലേക്ക് വന്നു എന്നുള്ള ഇതിലൊരു വളരെ കഷ്ടം പിടിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇയാൾക്കെതിരായിട്ട് ആരും ശബ്ദിക്കുന്നില്ല. ഒരു കരയോഗം പോലും, ഞാൻ എൻ്റെ കരയോഗത്തിനോട് പറഞ്ഞു, നിങ്ങളൊരു പ്രമേയം പാസ്സാക്കണം, ഇത് ശരിയായില്ല, നമ്മുടെ വൈസ് പ്രസിഡന്റിന് അവിടെ ഇത് പുഷ്പാർച്ചന നടത്താൻ അനുമതി കൊടുക്കാത്തത് ശരിയായ നടപടിയല്ല എന്നൊരു പ്രമേയം പാസ്സാക്കണമെന്ന്. പക്ഷേ ആരും തയ്യാറല്ല. കാര്യം വെച്ചാല് അവരുടെയൊക്കെ സ്ഥാനം പോകും. ഇത് ഈ എല്ലായിടത്തും ഈ ഒരു സ്ഥാനത്ത് കയറി കഴിഞ്ഞ പിന്നെ ആരും അവര് ഇറങ്ങില്ലല്ലോ. 30-35 വർഷമായിട്ടാണ് ഓരോ ആൾക്കാരും സെക്രട്ടറിയും പ്രസിഡന്റും ആയിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പൊ അവർക്ക് നാച്ചുറലി ദേ ഹാവ് സംതിങ് ടു പ്രൊട്ടക്ട്. അപ്പൊ അത് അവിടെയാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള കാര്യം. സുരേഷ് സാറേ, ഈ നമ്മുടെ ജഗതി ശ്രീകുമാർ മാർവാനിസ് കോളേജിലാണ് പഠിച്ചതെന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹം സുഖമായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ അവിടെ വിളിക്കുകയും ആദരിക്കുകയും ചെയ്തതായിട്ടും കേട്ടിട്ടുണ്ട്. അങ്ങനെ MG കോളേജിൽ പ്രഗത്ഭരായ ആൾക്കാരൊന്നും പഠിച്ചിട്ടില്ലേ? മാർവാനിസ് കോളേജില് MG ശ്രീകുമാർ അല്ല, ജഗദീഷ് ശ്രീകുമാർ മാത്രമല്ല, ജഗദീഷ് അവിടെ പഠിച്ചതാണ്. നമ്മുടെ മേയർ VV രാജേഷ് അവിടെ പഠിച്ചതാണ്. അപ്പൊ VV രാജേഷ് ഒക്കെ അവിടെ പോയി കഴിഞ്ഞാല് അവിടുത്തെ പ്രിൻസിപ്പലും ബിഷപ്പും ഒക്കെ മുൻ സീറ്റിൽ വിളിച്ചിരുത്തും. അതാണ് അവരുടെ കൾച്ചർ എന്ന് പറയുന്നത്. അതേസമയം NSS കോളേജിൽ പഠിച്ചതാണ് നമ്മുടെ മോഹൻലാൽ. അദ്ദേഹത്തിനെ അവിടെ ഇതുവരെ വിളിക്കുകയോ അവിടെ ഇങ്ങനെ അംഗീകരിക്കുക എന്ന് പറയുന്നത് ഇവരുടെ ബ്ലഡിലില്ല. അതിന് ഞാനൊരു ഇൻസിഡന്റ് പറയാം. നമ്മുടെ
ISRO ചെയർമാനായിരുന്ന മാധവൻ നായർ സാറ് അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയ സമയത്ത് ആ സമയത്ത് ഞാൻ ഇയാളെ കാണാൻ പോയി. അപ്പൊ ഇയാളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഇതിന് അതുമായിട്ടല്ല, ഞാൻ വേറെ ഒഫീഷ്യലായിട്ട് പോയതാണ്. അപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ടെലിഫോൺ വരുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അല്ല അത് ഞങ്ങൾ കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു, കാരണം ഒരു നായരായതുകൊണ്ട് നമ്മൾ കൊടുത്തു എന്നുള്ളൊരു പേരുദോഷം വരും. അപ്പൊ എന്നിട്ട് അയാൾ പറഞ്ഞു, മാധവൻ നായർക്ക് ഇത് കൊടുക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. ഇതാണ് ചിന്താഗതി. ഒരു നമ്മുടെ സമുദായ സംഘടനയിലുള്ള ഒരു അംഗത്തിന് ഒരു ഏറ്റവും കിട്ടുന്ന സിവിലിയൻ അവാർഡ്, ഏറ്റവും വലിയ സിവിലിയൻ അവാർഡുകളിലൊന്നായ പത്മശ്രീ കിട്ടുമ്പോൾ അദ്ദേഹത്തെ വിളിച്ച് ഒന്ന് അനുമോദിക്കാനുള്ള ഇത് മാനസികാവസ്ഥ ഇല്ല. അതിൽ അയാളിൽ നിന്ന് നമ്മൾ ഇതിൽ കൂടുതൽ എന്താ പ്രതീക്ഷിക്കുക? ഇപ്പൊ മോഹൻലാലിന്റെ കാര്യം പറഞ്ഞപ്പോ അദ്ദേഹത്തെ അവിടുത്തെ ഒരു ബ്രാൻഡ് അംബാസഡർ ആയിക്കൊണ്ട് ആ കോളേജിനെ ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്കി മാറ്റിയെടുക്കാം. അവിടെ ഇപ്പൊ പഴയ ട്രഡീഷണൽ BSc BCom അതല്ലാതെ ഇപ്പൊ വരുന്ന ഒരു ന്യൂ ജനറേഷൻ സ്ട്രീംസ് ഒന്നും തന്നെ അവിടെ ഉണ്ടായിട്ടില്ല. അതേസമയം ഇത് കേന്ദ്ര സർക്കാരുമായിട്ട് ഒരു റാപ്പോർട്ട് ഉണ്ടാക്കിയിരുന്നെങ്കിൽ അത് അവിടെ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറ്റി, NSSനെ തന്നെ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറ്റാം. NSSന്റെ കോളേജുകളൊക്കെ അഫിലിയേറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് തന്നെ മാറ്റാമായിരുന്നു. സാർ ആ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറെ കാര്യം ഓർത്തത്. ഈ NSSന്റെ ഒരു ബജറ്റ് ഒരു മെയിൻ്റനൻസ് ബജറ്റ് ആണെന്ന് സാർ മറ്റൊരു അവസരത്തിൽ പറഞ്ഞത്. അതെന്തുദ്ദേശിച്ചാണ് അങ്ങനെ പറഞ്ഞത്? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ ഉള്ള പിന്നെ പ്രോപ്പർട്ടിയിൽ പുല്ല് പറിക്കുക, തേങ്ങ വെട്ടുക, പിന്നെ കുമ്മായം തേച്ച് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് മെയിൻ്റെനൻസ് ചെയ്തിട്ട് കാണിക്കുക, ഇത് മാത്രമേ നടക്കുന്നുള്ളൂ. ഏറ്റവും വലിയ എക്സാമ്പിള് പന്തളത്ത് നമുക്കൊരു ഹോസ്പിറ്റലുണ്ട്, അറിയാമല്ലോ, മെഡിക്കൽ മിഷൻ. ഒരു കാലത്ത് വളരെ സക്സസ് ആയിട്ട് നടന്നു പോയിരുന്ന ഒരു ഹോസ്പിറ്റലാണ്. അവിടെ മെഡിക്കൽ കോളേജ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഐക്യ ആന്റണി ഓഫർ ചെയ്തതാണ്. അത് വാങ്ങിയില്ല. അത് വാങ്ങാതെ പിന്നെ അതാണ് പിന്നെ പുഷ്പഗിരിക്കാർ കൊണ്ടുപോയത്. അതേസമയം ഇവിടെ കാരക്കോണത്ത് ഒരു മെഡിക്കൽ കോളേജ് കിട്ടി. ആ കോളേജ് തുടങ്ങാൻ അവരുടെ ധൈര്യം ഞാൻ പലപ്പോഴും പിന്നെ ശ്ലാഘിക്കാറുണ്ട്. കാരണം വെച്ചാൽ അതന്ന് ഉള്ളപ്പോൾ ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിന് ആവശ്യമായിട്ടുള്ള ചുറ്റുവട്ടങ്ങൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്തുനിന്ന് അവർ ഇന്നൊരു വലിയ മെഡിക്കൽ കോളേജ് കെട്ടിപ്പൊക്കി. ഇവിടെ നമുക്ക് നല്ല എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ടായിരുന്നു. അത് ഡീജനറേറ്റ് ആയിട്ട് ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നതാണ്, ഇപ്പൊ അവിടെയുള്ള ആൾക്കാർ പോലും ആ ഹോസ്പിറ്റലിൽ പോകുന്നില്ല അത്രയും, കാരണം എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ല. അല്ല, ഇതുപോലെ ഞാൻ വേറൊരു കഥയും കേട്ടിട്ടുണ്ട്. എൻ്റെ വീട് അഞ്ചലാണ്. അഞ്ചലൊരു എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങാൻ വേണ്ടി ഒരു 19 വർഷത്തിന് മുമ്പ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിനുള്ള സ്ഥലവും കണ്ടുപിടിച്ചു. അത് സ്ഥലം വാങ്ങാനും കൊടുക്കാനും അത് വാങ്ങാനും അവിടുത്തെ ലോക്കൽ കരയോഗവും തയ്യാറായിരുന്നു. പക്ഷെ അതിനുശേഷം അത് മുടങ്ങിപ്പോയെന്നാണ് കേട്ടത്. ഇപ്പോ ഇതിനൊരു പരിഹാരമായിട്ട് ആൾക്കാർ വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിള് ഡൽഹിയിലെ നായർ കരയോഗം, NSS കരയോഗക്കാര് ഗ്ലോബൽ അവിടുത്തെ ഡൽഹി നായർ അസോസിയേഷനാണ് ഇപ്പോ ഒരു പിന്നെ മന്നം സ്മൃതി മണ്ഡപം ഉണ്ടാക്കാനായിട്ട്. ശരിക്കും ആ മന്നം സ്മൃതി ആ ന്യൂസ് കേൾക്കുന്ന തലേ ദിവസം ഞാനും നമ്മുടെ ഗോപിനാഥ് IPS ചേർന്ന, ഗോപിനാഥ് IPS ആണ് ആ ഐഡിയ മൂട്ടിയത്. നമുക്ക് എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് നമുക്കൊരു സ്മൃതി ഉണ്ടായിക്കൂടാ? നമ്മുടെ നായന്മാർക്കോ അല്ലെ ആർക്ക് വേണമെങ്കിലും ഈ സമുദായ ആചാര്യനെ വണങ്ങാനുള്ള ഒരു ഇടമായിട്ട് ഒരു കേന്ദ്രം ഉണ്ടായിക്കൂടാന്ന് അദ്ദേഹം ചോദിക്കുകയും നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്ലോബൽ നായർ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്തു. അപ്പൊ അതിനിടയ്ക്കാണ് ഈ ന്യൂസും വന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഡൽഹിയിൽ വരട്ടെ, അതുപോലെ തിരുവനന്തപുരത്ത് നമുക്കൊരെണ്ണം ഉണ്ടാക്കാൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ അത് സാർ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതൊരു പൊതു ഇടത്തായിരിക്കണം. എല്ലാവർക്കും മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന മഹാപ്രതിഭയെ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന, ആദരിക്കുകയും ചെയ്യുന്ന, എല്ലാവർക്കും കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു പൊതു ഇടത്തായിരിക്കണം അങ്ങനൊരു സ്മരണ മണ്ഡപമോ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒരു മണ്ഡപം അവിടെ വേറൊന്നുമില്ല, അദ്ദേഹത്തിന്റെ പ്രതിമയും ഒരു വിളക്കും, അത് മാത്രം നല്ലൊരു AC അറ്റ്മോസ്ഫിയർ തന്നെ ഉണ്ടാക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് സഫലമാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതെ, എല്ലാ സപ്പോർട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് കേരളത്തിലെ നായർ കമ്മ്യൂണിറ്റിയോട് നമുക്ക് ആ ഒരു കാര്യം നമുക്ക് പറയാം. എല്ലാവരും മുന്നോട്ട് വരട്ടെ, ശുഭമായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ.